ഹായ് ഫ്രണ്ട്സ്, അജു ആണ്. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. നമ്മൾ 2 ദിവസം മുന്നേ സംസാരിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ വിക്സ് 20% ക്രാഷ് ചെയ്തതിൻ്റെ അന്ന്. നമ്മുടെ മാർക്കറ്റിൻ്റെ അകത്ത് ഇപ്പോൾ ഇലക്ഷൻ റിലേറ്റഡ് ആയിട്ടുള്ള അൺസർട്ടനിറ്റീസ് പതുക്കെ കുറഞ്ഞു വരുന്നു എന്ന് നമ്മൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതേ കണക്ക് തന്നെ ഇലക്ഷൻ റിലേറ്റഡ് ആയിട്ടുള്ള അൺസർട്ടനിറ്റീസ് കുറഞ്ഞു വന്നപ്പോഴത്തേക്കും പല സ്റ്റോക്കുകളിലും പതുക്കെ ബ്രേക്ക് ഔട്ടുകൾ തരുന്നുണ്ടായിരുന്നു. എസ്പെഷ്യലി ഇതിന് മുമ്പ് റണ്ണപ്പ് കാഴ്ചവെച്ച നമ്മുടെ റെയിൽവേ റിലേറ്റഡ് സ്റ്റോക്കുകൾ, അതല്ലെങ്കിൽ മറ്റ് PSU സ്റ്റോക്കുകൾ, അദാനി സ്റ്റോക്കുകൾ, ഇതൊക്കെ എന്ന് പറഞ്ഞാൽ പതുക്കെ പാമ്പ് തല അതിൻ്റെ മാളത്തിൽ നിന്ന് പുറത്തിട്ട് നോക്കും പോലെ ചെറിയ ബ്രേക്ക് ഔട്ടുകൾ തന്ന് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇത് കാരണം പല ആൾക്കാരും എഗെയിൻ ഈ സെക്ടേഴ്സിലൊക്കെ റീറ്റെയിലേഴ്സ്, എസ്പെഷ്യലി റീറ്റെയിലേഴ്സ് ബുള്ളിഷായിട്ട് കാണുന്നുണ്ട്. ഈ സെക്ടേഴ്സൊക്കെ ഇനിയും മൾട്ടി ബാഗർ റിട്ടേൺസുകൾ തരുമെന്ന രീതിയിൽ പലരും ഈ സെക്ടേഴ്സിനെയൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇന്ന് ആക്ച്വലി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് യഥാർത്ഥത്തിൽ ഈ സെക്ടേഴ്സിൻ്റെ അകത്തൊക്കെ ഇനി ഒരു റണ്ണപ്പ് സാധ്യമാണോ, അത് ഇവർ ക്ലൈമാക്സ് ടോപ്പ് ഉണ്ടാക്കിയിട്ടുണ്ടോ? ഇനി ക്ലൈമാക്സ് ടോപ്പ് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ തന്നെ നമ്മളിവിടെ പല വീഡിയോസിലായിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു 200 ഡേ മൂവിങ് ആവറേജിൻ്റെ ഡബിളിന് മേലിൽ ഷെയർ പ്രൈസ് എന്നുള്ളൊരു കാറ്റഗറി നമ്മൾ പലപ്പോഴായിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതല്ലാതെ ഒരു എമർജിങ് തീം എങ്ങനെയാണ് ടോപ്പ് ക്രിയേറ്റ് ചെയ്യുന്നത്? ഒരു എമർജിങ് തീം ടോപ്പ് ക്രിയേറ്റ് ചെയ്യുമ്പോഴത്തേക്കും അതിൻ്റെ അകത്ത് ഏതൊക്കെ ടൈപ്പ് പാറ്റേൺസ് ആണ് ബിൽഡ് ചെയ്ത് വരുന്നത്? ഇതിനെയാണ് നമ്മളിന്ന് വളരെ ഡീറ്റെയിൽ ആയിട്ട് അനലൈസ് ചെയ്യാൻ പോകുന്നത്. നമ്മളിപ്പോൾ മാർക്കറ്റിലുള്ള പല സ്റ്റോക്കുകളും അല്ലെങ്കിൽ ഇതിന് മുമ്പ് മാർക്കറ്റിൻ്റെ അകത്ത് ടോപ്പ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള പല സ്റ്റോക്കുകളൊക്കെ എക്സാമ്പിൾ വെച്ചിട്ടാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു സെഷൻ കവർ ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ ഈ ഒരു ടോപ്പിക്ക് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് താല്പര്യപ്പെടുന്നത്. എനിവേ, വെൽക്കം ടു ദ വീഡിയോ. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അതേ കണക്ക് തന്നെ വീഡിയോ ലൈക്ക് ചെയ്യുന്ന കാര്യം എല്ലാവരെയും ഒന്നുകൂടെ ഓർമ്മിപ്പിക്കുന്നു. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ ഓൾറെഡി തന്നെ പല പ്രാവശ്യങ്ങളിലായിട്ട് സംസാരിച്ചിട്ടുള്ള കാര്യങ്ങളല്ലാതെ കുറച്ച് ഡിഫറൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ഒന്നാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ മൂവിങ് ആവറേജസിൻ്റെ കൃത്യമായിട്ടുള്ള ബ്രേക്ക് ഡൗൺ ആണ്. ഓക്കെ, മൂവിങ് ആവറേജിൻ്റെ കൃത്യമായിട്ടുള്ള ബ്രേക്ക് ഡൗൺ നമുക്ക് കൃത്യമായിട്ടൊരു സ്റ്റോക്കിൽ ഇപ്പോൾ എക്സാമ്പിളായിട്ട് കാണണമെങ്കിൽ സ്വാൻ എനർജി എന്ന് പറയുന്ന സ്റ്റോക്ക് നമ്മൾ നോക്കുക. സ്വാൻ എനർജിക്കകത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇത് റീസെൻ്റ് ആയിട്ട് 50 ഡേ മൂവിങ് ആവറേജിൻ്റെ വളരെ വലിയൊരു ബ്രേക്ക് ഡൗൺ കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നു. ആ ബ്രേക്ക് ഡൗൺ നോക്കുകയാണെങ്കിൽ ഹൈ ഓളിയത്തിലാണ് തന്നേക്കുന്നത്. ആ ഒരു ബ്രേക്ക് ഡൗൺ നമുക്ക് തന്നേക്കുന്നത്. അപ്പോൾ ഇതേ കണക്കുള്ള പാറ്റേൺസ്, അതായത് വളരെ നല്ല പെർസെൻറ്റേജ് റിട്ടേൺസ് താഴത്തെ ലെവലിൽ നിന്ന് തന്നൊരു സ്റ്റോക്ക്, നല്ല രീതിയിൽ അപ്പ് മൊമെൻറ്റത്തിൽ നിന്നൊരു സ്റ്റോക്ക് പെട്ടെന്ന് വലിയൊരു ബ്രേക്ക് ഡൗൺ, ഏതെങ്കിലുമൊക്കെ പർട്ടിക്കുലർ മൂവിങ് ആവറേജിൻ്റെ ബ്രേക്ക് ഡൗൺ അത്യാവശ്യം നല്ലൊരു വോളിയത്തിലും അതേ കണക്ക് തന്നെ പ്രൈസിലും ഒക്കെ തരികയാണെങ്കിൽ അത് നമുക്കൊരു എന്താ പറയുക, ഒരു ഡിസ്ട്രിബ്യൂഷൻ പാറ്റേൺ ആയിട്ട് കണക്കാക്കാം. അപ്പോൾ ഇതേ കണക്കുള്ള പാറ്റേൺസ് വരുന്ന സ്റ്റോക്കുകളിൽ നിന്ന് നിങ്ങൾ അതൊരു ക്ലൈമാക്സ് ടോപ്പായിട്ട് കണക്കാക്കിയിട്ട്, അല്ലെങ്കിൽ അത് അതിൻ്റെ ടോപ്പായിട്ട് കണക്കാക്കിയിട്ട് ബെറ്റർ ഫ്രഷ് എൻട്രീസ് എടുക്കാതിരിക്കുക. ഇനി അഗെയിൻ അത് സൈഡ് വേസ് ട്രെൻഡിൽ പോയി ഇപ്പം നടന്ന ഈ ഒരു ഡിസ്ട്രിബ്യൂഷൻ, ഇപ്പോൾ ഇതൊരു ഡിസ്ട്രിബ്യൂഷനാണ് അതിൻ്റെ അകത്ത് നടന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഡിസ്ട്രിബ്യൂഷനിൽ മാർക്കറ്റിൻ്റെ അകത്ത് റിലീസായിട്ടുള്ള ഷെയർസ് രണ്ടാമത് അക്യുമുലേറ്റ് ചെയ്യപ്പെട്ടതിന് ശേഷം ഈ ഒരു ഉണ്ടാക്കിയ ഹൈനെക്കാട്ടി മേളിൽ ഈ സ്റ്റോക്ക് എഗെയിൻ ക്ലോസ് ചെയ്യണം. എന്നാൽ മാത്രമേ ഇതിൻ്റെ അകത്ത് എഗെയിൻ നമുക്ക് സ്ട്രെങ്ത് വന്നു എന്ന് പറയാൻ പറ്റത്തുള്ളൂ. ഈവൻ ദോ ഇനി അങ്ങനെ ഒരു സ്ട്രെങ്ത് വന്നാൽ പോലും ഈ സ്റ്റോക്കിൻ്റെ അകത്ത് ഇനി നമുക്ക് മൾട്ടി ബാഗർ റിട്ടേൺസ് എന്ന് പറഞ്ഞൊരു സാധനം ഇല്ലായിരിക്കും. അത് നിങ്ങൾ എപ്പോഴും മനസ്സിൽ വെച്ചേക്കണം. ഒരു ക്ലൈമാക്സ് ടോപ്പ് ഉണ്ടാക്കുന്ന ഒരു സ്റ്റോക്ക് പിന്നീട് അതിൻ്റെ അകത്ത് കോമ്പൗണ്ടർ റിട്ടേൺസ് മാത്രമേ തരത്തുള്ളൂ. ഇനി ഇതേ കണക്ക് തന്നെ നമുക്ക് മറ്റൊരു എക്സാമ്പിളിന് വേണ്ടിയിട്ട് എടുക്കാൻ പറ്റുന്ന സ്റ്റോക്ക് എന്ന് പറയുന്നത് അദാനി പോർട്സ് ആണ്. 1 സെക്കൻഡ്. അദാനി പോർട്സിൻ്റെ ചാർട്ട് നമ്മൾ നോക്കാൻ നേരത്ത് ഇതേ കണക്ക് തന്നെ നമുക്ക് മൂവിങ് ആവറേജിൻ്റെ കൃത്യമായിട്ടുള്ള ബ്രേക്ക് ഡൗൺ 2021 ജൂണിൽ തന്നായിരുന്നു. ഓക്കെ, ഈ 2021 ജൂണിൽ ഇതേ കണക്ക് മൂവിങ് ആവറേജിന് കൃത്യമായിട്ടുള്ള ബ്രേക്ക് ഡൗൺ വിത്ത് ഹ്യൂജ് ഓളി നമുക്ക് കിട്ടിയിട്ടുണ്ടെങ്കിലും സ്റ്റോക്കിൻ്റെ ലോങ് ടൈം ചാർട്ട് നോക്കുക. ചാർട്ടിൻ്റെ അകത്ത് അതിൻ്റെ ഷെയർ പ്രൈസ് ഇപ്പോഴും അതിൻ്റെ മേളിലാണ് നിൽക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ സ്വാൻ എനർജി ഡിസ്കസ് ചെയ്തു. അതേ കണക്ക് നിങ്ങൾ പല പാറ്റേൺസും ലൈവിൽ കാണും. അതിനുശേഷം കുറച്ച് നാൾ കഴിഞ്ഞ് നമ്മൾ ആലോചിക്കാൻ നേരത്ത് ഈ സ്റ്റോക്കുകളൊക്കെ ഇനിയും അതിൻ്റെ ഹൈ കട്ട് ചെയ്ത് മേളിലോട്ട് കയറി പോയിട്ടുണ്ടായിരിക്കും. പക്ഷേ നമ്മൾ നോക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എത്ര പെർസെൻറ്റേജ് റിട്ടേൺസ് തന്നു അന്ന് ആ ഒരു ഹൈ ഉണ്ടാക്കിയതിന് ശേഷം, പിന്നീട് എത്ര പെർസെൻറ്റേജിൻ്റെ റിട്ടേൺസ് തന്നു, അത് എത്ര വർഷത്തിന് ശേഷമാണ് തന്നിരിക്കുന്നതും കൂടെ നോക്കുക. അപ്പോൾ ഈ ഒരു പാറ്റേണിൽ നമുക്കറിയാൻ പറ്റും. ഈ 2021 ജൂണിൽ ഈ ഒരു ടോപ്പ് ഉണ്ടാക്കി അതിനുശേഷമാണ് ആ ഒരു പാറ്റേൺ ബിൽഡ് ചെയ്തേക്കുന്നത്. അന്ന് ഷെയർ പ്രൈസ് ഉണ്ടാക്കിയിരിക്കുന്ന ടോപ്പ് എന്ന് പറഞ്ഞാൽ 900 ആണ്. ഇന്ന് ഷെയർ പ്രൈസ് നിൽക്കുന്നതാണെന്ന് വെച്ചാൽ 1300 ആ റേഞ്ചിലാണ് നിൽക്കുന്നത്. അപ്പോൾ എത്ര പെർസെൻറ്റേജിൻ്റെ റിട്ടേൺസ് ഇതിനകത്ത് തരാൻ പറ്റിയിട്ടുണ്ട്? ഓൾമോസ്റ്റ് ഒരു 50% റിട്ടേൺസ് തരാൻ പറ്റിയിട്ടുണ്ട്. പക്ഷേ ഈ 50% റിട്ടേൺസും എത്ര വർഷത്തിന് ശേഷമാണ് വന്നേക്കുന്നത്? 2021 ശേഷം 2024 മെയ് ആയിട്ടുണ്ട്. അപ്പോൾ ഓൾമോസ്റ്റ് ഇത്രയും 3 വർഷം അടുപ്പിച്ചായിട്ടുണ്ട്. അപ്പോൾ ഈ 3 വർഷത്തിൽ ബാക്കി നമുക്ക് സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ അകത്തുള്ള മറ്റ് പല സ്റ്റോക്കുകളിൽ നമുക്ക് മൾട്ടി ബാഗർ റിട്ടേൺസുകൾ കടന്നു പോയിട്ടുണ്ട്. പക്ഷേ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ജസ്റ്റ് 50% റിട്ടേൺസ് മാത്രമേ വന്നിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ ഇതേ കണക്ക് തന്നെ ഇതുപോലെ ഒരു ക്ലൈമാക്സ് ടോപ്പ് ഉണ്ടാകുന്ന സ്റ്റോക്കുകളിൽ നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സ്റ്റോക്ക് ഇനിയും അതിൻ്റെ ബിസിനസ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ അത് ചിലപ്പോൾ മേളിലോട്ട് കയറിപ്പോകും. പക്ഷേ നമുക്ക് അതിൻ്റെ അകത്ത് വലിയ രീതിയിലുള്ള വെൽത്ത് ക്രിയേറ്റ് ചെയ്ത് എടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഈ ഒരു പാറ്റേൺ നിങ്ങൾ എപ്പോഴും മനസ്സിൽ വെച്ചേക്കണം. മൂവിങ് ആവറേജിൻ്റെ വളരെ വലിയ ഓളിയത്തിലുള്ള ഒരു ബ്രേക്ക് ഡൗൺ, ആ ഒരു പാറ്റേൺ നിങ്ങൾ എപ്പോഴും മനസ്സിൽ വെച്ചേക്കണം.
ഇനി രണ്ടാമത്, ഇപ്പോൾ ഇത് ഫസ്റ്റ് പാറ്റേൺ ആണ്. രണ്ടാമത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന പാറ്റേൺ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 50-ഡേ മൂവിങ് ആവറേജിൻ്റെ താഴോട്ട് മേലിലോട്ടുള്ള ഒരു ക്ലോസിങ്സ്, അല്ലെങ്കിൽ 50-ഡേ മൂവിങ് ആവറേജിന് ആ സ്റ്റോക്ക് അതിൻ്റെ എമർജിങ് തീമായിട്ട് അത് നിൽക്കാൻ നേരത്ത്, മാർക്കറ്റിൻ്റെ അകത്ത് അത് ലൈവായിട്ട് നിൽക്കാൻ നേരത്ത്, അത് ഒരു എന്താ പറയുക, എല്ലാ ആൾക്കാരും ബുള്ളിഷ് ആയിരിക്കുന്ന ഒരു സമയത്ത് അത് അധികം 50-ഡേ മൂവിങ് ആവറേജിൻ്റെ താഴോട്ട് മേലിലോട്ടൊന്നും കട്ട് ചെയ്ത് പോകത്തില്ല. അത് എപ്പോഴും തന്നെ 50-ഡേ മൂവിങ് ആവറേജിൻ്റെ മേളിൽ തന്നെ സസ്റ്റെയിൻ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അതിൻ്റെ ആ ഒരു ട്രെൻഡ് ബ്രേക്ക് ആയതിനു ശേഷമായിരിക്കും അത് മിക്കവാറും ഈ 50-ഡേ മൂവിങ് ആവറേജിൻ്റെ താഴോട്ട് കട്ട് ചെയ്ത് വരുന്നതും എഗൈൻ അതിൻ്റെ മേളിലോട്ട് രണ്ടാമത് ക്ലോസ് ചെയ്യാൻ ശ്രമിക്കുന്നത്. ആ രീതിയിലൊരു മൊമെൻറ്റം വരുന്നത് അതിൻ്റെ ലീഡർഷിപ്പ് മിക്കവാറും ചേഞ്ച് ചെയ്യാൻ നേരത്തായിരിക്കും. അത് ലീഡറായിട്ട് നിൽക്കാൻ നേരത്ത്, അത് മാർക്കറ്റിൻ്റെ ഒരു പോസ്റ്റർ ബോയ് ആയിട്ട് നിൽക്കാൻ നേരത്ത് അതിൻ്റെ അകത്ത് ഒരുപാട് 50-ഡേ മൂവിങ് ആവറേജിൻ്റെ താഴോട്ട് കട്ടിങ്സ് വരത്തില്ല. അപ്പോൾ അതിൻ്റെ ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കുകയാണെങ്കിൽ അദാനി ഗ്രീൻ എന്ന് പറയുന്ന സ്റ്റോക്കിൻ്റെ അകത്ത് നമുക്ക് കാണാൻ പറ്റും. 1 സെക്കൻഡ്. അദാനി ഗ്രീൻ എനർജി. അദാനി ഗ്രീൻ എനർജിയുടെ പ്രീവിയസ് ചാർട്ടിൽ നമ്മൾ നോക്കാൻ നേരത്ത് അത് ഈ ഒരു എമർജിങ് തീമായിട്ട് മാർക്കറ്റിൻ്റെ അകത്ത് ലൈവായിട്ട് നിന്നതെന്ന് പറഞ്ഞാൽ ഒരു സെപ്റ്റംബർ 2019 ശേഷം തൊട്ട് നോക്കുകയാണെങ്കിൽ അത് അതിൻ്റെ കണ്ടിന്യൂസ് ഒരു അപ്പ് മൊമെൻറ്റത്തിലാണ് നിന്നത്. ഇവിടെ നമ്മൾ നോക്കാൻ നേരത്ത് കൃത്യമായിട്ടുള്ളൊരു അപ്പ് മൊമെൻറ്റത്തിലാണ് നിന്നത്. ഇതിൻ്റെ ഇടയിൽ അത് 50-ഡേ മൂവിങ് ആവറേജിൻ്റെ താഴോട്ട് അതൊരു കട്ടിങ് നടത്തിയെന്ന് വെച്ചാൽ മാർക്കറ്റിൻ്റെ അകത്ത് കൊറോണ ക്രാഷ് വന്ന സമയത്താണ് ഒരു കട്ടിങ് നടത്തിയിരിക്കുന്നത്. കൊറോണ ക്രാഷ് അറിയാം, അതൊരു എക്സെപ്ഷണൽ കേസാണ്. അതിൻ്റെ അകത്ത് ഏകദേശം എന്താ പറയുക, എല്ലാ സ്റ്റോക്കുകൾ നല്ല രീതിയിൽ തന്നെ ഇടിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഒരു കട്ടിങ് നടത്തി തിരിച്ച് അതിൻ്റെ മേലിലോട്ട് കയറാൻ നേരത്ത് ഒരു ക്രോസിങ് നടത്തി. അപ്പോൾ 2 പ്രാവശ്യം അതൊരു ക്രോസ് നടത്തി. അതല്ലാതെ പിന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു പ്രാവശ്യം അതിൻ്റെ അകത്തൊരു നോർമലി നമ്മൾ നോക്കാൻ നേരത്ത് ഒരു കട്ടിങ് നടന്നിട്ടുള്ളൂ. പക്ഷേ അവിടെ നമുക്കൊരു ഡിസൈസീവ് ക്ലോസിങ് കിട്ടിയിട്ടില്ല. പക്ഷേ അതിനുശേഷം നമ്മൾ മേലിലോട്ട് നോക്കുകയാണെങ്കിൽ ഏകദേശം 2020 ഡിസംബറൊക്കെ എത്താൻ നേരത്ത് അത് അതിൻ്റെ ടോപ്പ് ഉണ്ടാക്കുകയാണ്. 2020 ഡിസംബർ എത്താൻ നേരത്ത് അതിൻ്റെ ടോപ്പ് ഉണ്ടാക്കുകയാണ്. അതിനുശേഷം നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരുപാട് തവണ ഈ യെല്ലോ പോയിന്റ്സ് കൊണ്ട് ഞാൻ മാർക്ക് ചെയ്ത് വെച്ചേക്കുന്നതാണ് 50-ഡേ മൂവിങ് ആവറേജിൻ്റെ താഴോട്ടും മേലിലോട്ടൊക്കെ അത് കട്ട് ചെയ്ത സമയങ്ങളാണ് ഈ മാർക്ക് ചെയ്ത് വെച്ചേക്കുന്ന യെല്ലോ ഡോട്ട്സ് കൊണ്ടിട്ട്. അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇത് ഒരുപാട് തവണ 50-ഡേ മൂവിങ് ആവറേജ് താഴോട്ട് വരുന്നു, താഴെ ക്ലോസ് ചെയ്യുന്നു, ഡിസൈസീവ് ആയിട്ടുള്ള ക്ലോസിംഗ് കിട്ടുന്നു, മേലിലോട്ട് പോകുന്നു, അവിടെ ഡിസൈസീവ് ആയിട്ടുള്ള ക്ലോസിംഗ് കിട്ടുന്നു. എഗെയിൻ ഈ ഒരു സിനാരിയോ പല പ്രാവശ്യം ഇതേ കണക്ക് കണ്ടിന്യൂ ചെയ്ത് പോകുന്നു. അവിടെ അതൊരു ടോപ്പ് ഉണ്ടാക്കി, അല്ലെങ്കിൽ മാർക്കറ്റിൻ്റെ അകത്ത് ഇതിൻ്റെ ലീഡർഷിപ്പ് ചേഞ്ചായി. ചിലപ്പോൾ മാർക്കറ്റ് ആ സമയത്ത് പീക്ക് ചെയ്തിട്ടുണ്ടായിരിക്കത്തില്ല, ഈവൻ ദോ ഈ സ്റ്റോക്ക് പോലും പീക്ക് ചെയ്തിട്ടുണ്ടായിരിക്കത്തില്ല. പക്ഷേ എന്നിരുന്നാലും നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്റ്റോക്കിൻ്റെ അകത്തുള്ള ലീഡർഷിപ്പ്, അല്ലെങ്കിൽ ഇതിനി മാർക്കറ്റിൻ്റെ ഒരു പോസ്റ്റർ ബോയ് അല്ല. ഇതിൻ്റെ അകത്ത് ഇനി ഒരുപാട് റിട്ടേൺസ് റേറ്റിംഗ് കൊണ്ട് വരാനുള്ള ചാൻസസ് കുറവാണ്. ജസ്റ്റ് കോമ്പൗണ്ട് റിട്ടേൺസ് മാത്രമേ കിട്ടത്തുള്ളൂ എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടി വരും. ഇനി അതിൻ്റെ ശേഷം നമ്മൾ ഹിസ്റ്ററി നോക്കുകയാണെങ്കിൽ, ഓക്കെ, അതിന് ശേഷം എന്തൊക്കെയാണ് സംഭവിച്ചേക്കുന്നത് നോക്കുകയാണെങ്കിൽ മാർക്കറ്റിൻ്റെ അകത്ത് സ്റ്റോക്ക് തിരിച്ച് എഗെയിൻ മേലിലോട്ട് തന്നെ പോയിട്ടുണ്ട്. നമ്മൾ ഈ ടോപ്പ് ഉണ്ടാക്കിയ നമ്മൾ ഈ കൺസിഡർ ചെയ്യുന്ന ലെവൽസ് എത്രയാണ്? ഇത് 1200 1300 ലെവൽസിൻ്റെ അകത്താണ് നിൽക്കുന്നത്. അവിടെ നിന്നുകൊണ്ട് സ്റ്റോക്ക് 3000 രൂപ വരെ പോയിട്ടുണ്ട്. അതായത് ഇവിടെ നിന്ന് ഓൾമോസ്റ്റ് സ്റ്റോക്ക് ഡബിൾ വരെ ആയിട്ടുണ്ട്. പക്ഷേ എന്നിരുന്നാലും നമ്മൾ നോക്കാൻ നേരത്ത് അതിൻ്റെ അകത്ത് വലിയ രീതിയിലുള്ള റിട്ടേൺസ് ജനറേറ്റ് ചെയ്ത് കിട്ടിയിട്ടില്ല. അവിടെ തന്നെ ഏകദേശം ആ ഒരു സൈഡ് വേസ് മൊമെൻറ്റത്തിൽ തന്നെയാണ് നിൽക്കുന്നത്. 2020 ഡിസംബറിന് ശേഷം ഇപ്പോൾ ഏകദേശം 3.25 വർഷം ആവാൻ പോകുന്നു. പക്ഷേ എന്നിരുന്നാൽ പോലും ഇതിൻ്റെ അകത്ത് വലിയ രീതിയിലുള്ള റിട്ടേൺസ് ജനറേറ്റ് ചെയ്ത് കിട്ടിയിട്ടില്ലെന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും. അപ്പോൾ ഇങ്ങനൊരു സിനാരിയോ നമ്മൾ പലപ്പോഴും നമ്മൾ പറയുന്ന കാര്യം എന്താണ്? 200-ഡേ മൂവിങ് ആവറേജിന് ഡബിൾ. പക്ഷേ എല്ലാ സമയത്തും 200-ഡേ മൂവിങ് ആവറേജിന് ഡബിൾ നമുക്ക് നോക്കാൻ പറ്റണമെന്നില്ല. അതല്ലാതെ ഇതേ കണക്കുള്ള പല പാറ്റേൺസ് വഴിയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. 200-ഡേ മൂവിങ് ആവറേജിൻ്റെ ഡബിൾ എന്ന് പറയുന്നത് ഒരു സിനാരിയോ മാത്രമാണ്. അത് കൂടുതൽ സ്റ്റോക്കുകളിൽ കാണുന്നതിനെ പറ്റിയിട്ടാണ് നമ്മൾ ഏറ്റവും കൂടുതൽ സംസാരിച്ചിട്ടുള്ളത്. ഇതല്ലാതെ മറ്റ് സിനാരിയോസ്, എമർജിങ് തീമുകളിൽ അതിൻ്റെ ലീഡർഷിപ്പ് ചേഞ്ച് ചെയ്യുന്നതോ ക്ലൈമാക്സ് ടോപ്പ് ഉണ്ടാക്കുന്നതോ ആയിട്ടുള്ള മറ്റ് കാര്യങ്ങൾ ഈ വക പോയിന്റുകളാണ്. ഓക്കെ, അപ്പോൾ ഈ 50-ഡേ മൂവിങ് ആവറേജിൻ്റെ പലപ്പോഴായിട്ടുള്ള ക്രോസിങ്ങുകൾ നമുക്ക് അതിൻ്റെ അകത്തൊരു ലീഡർഷിപ്പ് ചേഞ്ചാണ് കാണിച്ചു തരുന്നത്. അതായത് ഈ സ്റ്റോക്ക് ഇനി മുതൽ മാർക്കറ്റിൻ്റെ ഫേവറേറ്റ് സ്റ്റോക്കുകളിലൊന്നല്ല. ഫേവറേറ്റ് സ്റ്റോക്കുകളായിരുന്നെങ്കിൽ അതിൻ്റെ അകത്ത് ഹ്യൂജ് ആയിട്ടുള്ള സ്ട്രെങ്ത് ഉണ്ടായിരിക്കണം. ഹ്യൂജ് ആയിട്ടുള്ള സ്ട്രെങ്ത് നമുക്ക് എങ്ങനെ കാണാൻ പറ്റും? അത് 50-ഡേ മൂവിങ് ആവറേജിൻ്റെ മേളിൽ തന്നെ അത് കൃത്യമായിട്ട് സസ്റ്റെയിൻ ചെയ്ത് നിൽക്കണമായിരുന്നു. ഓക്കെ, ഇതൊക്കെയെന്ന് പറഞ്ഞാൽ എമർജിങ് തീമിൻ്റെ അകത്ത് വരുന്ന മൾട്ടി ബാഗർ സ്റ്റോക്ക്. നമ്മൾ ഏതെങ്കിലുമൊക്കെ മൾട്ടി ബാഗർ സ്റ്റോക്കുകൾ താഴത്തെ ലെവലിൽ ഹോൾഡ് ചെയ്ത് നിൽക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് നമ്മൾ എടുക്കേണ്ട സ്ട്രാറ്റജീസ്, അല്ലെങ്കിൽ ആ സ്റ്റോക്കുകൾ നമ്മൾ എങ്ങനെ അനലൈസ് ചെയ്യുന്നതാണ് പറയുന്നത്. എല്ലാ സ്റ്റോക്കിലും നമുക്ക് ഇപ്പോൾ കോമ്പൗണ്ട് റിട്ടേൺസ് വരുന്ന സ്റ്റോക്കുകൾ, അതല്ലെങ്കിൽ സ്റ്റോൾവേർഡ് കാറ്റഗറിയിൽ വരുന്ന മറ്റ് സ്റ്റോക്കുകൾ, സ്ലോ ഗ്രോവേഴ്സ്, ഇതുപോലെയൊക്കെയുള്ള സ്റ്റോക്കിൻ്റെ അകത്ത് ഇനി ഈവൻ ദോ പെന്നി ക്യാപ്പുകളിൽ പോലും നിങ്ങൾ ഇതേ കണക്കുള്ള പാറ്റേൺസും കൊണ്ട് പോവുകയാണെങ്കിൽ അതൊന്നും നമുക്ക് അതിൻ്റെ സക്സസ് റേഷ്യോ തരത്തില്ല. ഇത് മാർക്കറ്റിൻ്റെ അകത്ത് ഒരു പോസ്റ്റർ ബോയ് അല്ലെങ്കിൽ ഈ ഒരു ബുൾ റൺ ലീഡ് ചെയ്യുന്ന സ്റ്റോക്കുകളും നമ്മൾ കണക്കാക്കുന്ന സ്റ്റോക്കുകളുടെ അകത്ത് മാത്രം വരുന്ന ഒരു പാറ്റേണുകളാണ്. ഇതിൻ്റെ അകത്തൊക്കെ തന്നെ ഈ പർട്ടിക്കുലർ പാറ്റേൺസ് ബിൽഡ് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ഇൻവെസ്റ്റ്മെൻറ്റുകളായിട്ടും അതല്ലെങ്കിൽ ട്രേഡിങ്ങിനായിട്ടും അതിൻ്റെ അകത്ത് ഉണ്ടാക്കുന്ന പാറ്റേൺസുകളിൽ നിങ്ങൾക്ക് പൊസിഷൻ എടുക്കാം. പക്ഷേ ഈ പാറ്റേണുകളൊക്കെ ഉണ്ടായി കഴിയുകയാണെങ്കിൽ പിന്നെ അതിൻ്റെ അകത്ത് ട്രേഡുകൾ ഫെയിലിയർ ആവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അതേ കണക്ക് തന്നെ പിന്നെ നിങ്ങൾ ലോങ് ടൈം പോയെന്ന് എഴുതിയിട്ട് നിങ്ങൾക്ക് വലിയ ഇൻവെസ്റ്റ്മെൻ്റ് അകത്ത് റിട്ടേൺസും ജനറേറ്റ് ചെയ്ത് കിട്ടത്തില്ല. അതുകൊണ്ടാണ് നമ്മൾ ഈ പാറ്റേൺസുകളെ പരിചയപ്പെടുന്നത്. ഓക്കെ, ഇനി ഇതേ കണക്ക് തന്നെ മറ്റൊരു എക്സാമ്പിൾ നമ്മൾ ഈ ഒരു സെയിം പാറ്റേണിൻ്റെ അകത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ ഡിക്സൺ ടെക്നോളജീസ്. ഡിക്സൻ്റെ അകത്ത് നമ്മൾ വരാൻ നേരത്തും ഇതേ കണക്ക് തന്നെ
2020 ആ കൊറോണ ക്രാഷിന് മുമ്പായിട്ട് തന്നെ ആക്ച്വലി അതിൻ്റെ ഒരു ബുൾ റൺ സ്റ്റാർട്ട് ചെയ്തായിരുന്നു. അത് നമ്മൾ പറയാറുണ്ട്, നിർമ്മല സീതാരാമൻ ക്യാൻഡിലുകൊണ്ടാണ് നമ്മുടെ ആ ഒരു ബുൾ റൺ ആക്ച്വലി സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ അന്ന് ആ ബുൾ റൺ സ്റ്റാർട്ട് ചെയ്തതിൻ്റെ സമയത്ത് തന്നെയാണ് ഈ ഏകദേശം ഇതേ കണക്കുള്ള അന്നത്തെ പോസ്റ്റർ ബോയ്സ് ആയിട്ടുള്ള ഈ ഡിക്സണൊക്കെ തന്നെ അതിൻ്റെ പെർഫോമൻസ് സ്റ്റാർട്ട്. അപ്പോൾ ഇതിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു പ്രാവശ്യം ഇത് 50 ഡേ മൂവിങ് ആവറേജ് താഴോട്ട് ഒന്ന് ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അവിടെ നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് നോക്കാൻ നേരത്തെ ഒരു ഡിസൈസീവ് ക്ലോസിംഗ് എന്ന് നമുക്ക് കൃത്യമായിട്ട് പറയാനുള്ള ഒരു ലെവലിൽ കിട്ടിയിട്ടില്ല. അതായത് 3 ദിവസം കണ്ടിന്യൂസ് നമുക്ക് ക്ലോസിംഗ് കിട്ടിയിട്ടില്ല. അതേ കണക്കിന് ആ സമയത്ത് നമ്മൾ ഓളിയം നോക്കുകയാണെങ്കിൽ ഓളിയം വളരെ കുറവായിരുന്നു. അതിനുശേഷം മേലോട്ട് കയറിയപ്പോൾ ഉണ്ടായിരുന്ന ഓളിയാണ് ഈ രണ്ടാമത് ഈ കാണിച്ചേക്കുന്ന ഓളിയം. അവിടെ നിന്ന് പിന്നീട് സ്റ്റോക്ക് മേലോട്ട് പോകുന്നു. പിന്നെ വന്നേക്കുന്നതെന്ന് പറഞ്ഞാൽ കൊറോണ ക്രാഷിൽ ഉണ്ടായിരിക്കുന്ന 50 ഡേ മൂവിങ് ആവറേജിൻ്റെ താഴോട്ട് വന്നേക്കുന്ന ഒരു ക്ലോസിംഗും തിരിച്ച് അതിൻ്റെ മേലോട്ട് കയറി വന്നേക്കുന്ന ഒരു റേഞ്ച് മാത്രമേ ഇതിൻ്റെ അകത്തുള്ളൂ. അതല്ലാതെ നമ്മൾ നോക്കുകയാണെങ്കിൽ സ്റ്റോക്ക് അതിൻ്റെ ഒരു മൾട്ടി ബാഗ് റിട്ടേൺസ് തന്ന ടൈം ഫ്രെയിമിൽ ഒരിടത്തും തന്നെ വലിയ രീതിയിലുള്ള 50 ഡേ മൂവിങ് ആവറേജിൻ്റെ ക്ലോസിംഗ് നമുക്ക് കിട്ടിയിട്ടില്ല. അതിൻ്റെ താഴോട്ടും മേലോട്ടും ഒക്കെ ആയിട്ട് ഒരുപാട് ക്രോസിങ്സ് നമുക്ക് കിട്ടിയിട്ടില്ല. പക്ഷേ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഏകദേശം പീക്ക് ആയ സമയത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരുപാട് സ്ഥലങ്ങളിൽ നമുക്ക് 50 ഡേ മൂവിങ് ആവറേജ് താഴോട്ടൊന്ന് ക്ലോസ് ചെയ്യുന്നു, മേലോട്ടൊന്ന് ക്ലോസ് ചെയ്യുന്നു. അതേ കണക്ക് ഒരുപാട് സമയത്ത് നമുക്ക് അതിൻ്റെ കട്ടിങ് അല്ലെങ്കിൽ അതിൻ്റെ ക്രോസിങ്ങുകൾ കിട്ടുന്നുണ്ട്. പക്ഷേ ഇവിടെ ഒന്നും തന്നെ മാർക്കറ്റ് പീക്ക് ഔട്ട് ചെയ്തിട്ടില്ല. സ്റ്റിൽ സ്റ്റോക്ക് മാർക്കറ്റ് അല്ലെങ്കിൽ നമ്മുടെ ഇൻഡെക്സ് എന്ന് പറയുന്നത് സ്റ്റിൽ പീക്ക് ഔട്ട് ചെയ്തിട്ടില്ല. ഇൻഡെക്സ് ഇപ്പോഴും അപ് ട്രെൻഡ് തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. അതിനുശേഷമാണ് മാർക്കറ്റ് പീക്ക് ഔട്ട് ചെയ്യുന്നത്. മാർക്കറ്റ് പീക്ക് ചെയ്യുമ്പോഴത്തേക്കും മൊത്തത്തിൽ ഇത് ഇടിഞ്ഞ് താഴോട്ട് വരുന്നുണ്ടായിരുന്നു. അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ആർക്കും പറ്റും. പക്ഷേ ഇതിങ്ങനെ മേളിലോട്ട് ഒരു അപ് ട്രെൻഡിൻ്റെ അകത്ത് തന്നെ നിൽക്കുകയാണ്. നമ്മളിവിടെ നോക്കുകയാണെങ്കിൽ ഇത് സ്ലൈറ്റ്ലി ഒരു അപ് ട്രെൻഡ് അകത്ത് തന്നെയാണ് നിൽക്കുന്നത്. സ്റ്റോക്ക് ഒരു അപ് ട്രെൻഡ് അകത്ത് തന്നെയാണ് നിൽക്കുന്നത്. പക്ഷേ എന്നിരുന്നാൽ പോലും അതൊരു പോസ്റ്റർ ബോയ് അല്ല. അതിൻ്റെ അകത്തുള്ള ആ ഒരു ട്രെൻഡ് മാറി അതിന് എമർജിങ് ലീഡർ അല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കീ ഇൻഡിക്കേറ്ററായിട്ട് നമുക്ക് ഈ ഒരു പാറ്റേണിനെ കാണേണ്ടതുണ്ട്. ഓക്കെ, ഇനി നെക്സ്റ്റ് ഇൻഡിക്കേറ്റർ എന്ന് പറയുന്നത് ചാനൽ ബ്രേക്കൗട്ടാണ്. ഈ ചാനൽ ബ്രേക്കൗട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് ഒരു സ്റ്റോക്ക് അതിൻ്റെ മൊമെൻറ്റത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ അതിങ്ങനെ പതുക്കെ ഒരു അപ്പ് മൊമെൻറ്റത്തിൽ പൊയ്ക്കൊണ്ടിരിക്കുകയായിരിക്കും. എവിടെയെങ്കിലും ഒരു പർട്ടിക്കുലർ മൊമെൻറ്റ് എത്താൻ നേരത്ത് അത് വളരെ ഹൈ ആയിട്ടുള്ള ഒരു ലെവലിലോട്ട് പോകുന്നു. അവിടെ നിന്ന് പിന്നീട് അതൊരു ഡ്രോപ്പ് എടുക്കുന്നു. പിന്നീട് അത് പതുക്കെ അതൊരു സൈഡ് വേസ് ട്രെൻഡിലൊക്കെ പോകുന്നു. അപ്പോൾ ഇതിനെയാണ് നമ്മൾ ചാനൽ മൊമെൻറ്റത്തിൻ്റെ ബ്രേക്കൗട്ടുകൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കാൻ നേരത്ത് ഒരു പർട്ടിക്കുലർ ചാനൽ ഉണ്ടായിരുന്നു, ഒരു ട്രെൻഡ് ലൈൻ ഉണ്ടായിരുന്നു. ആ ട്രെൻഡ് ലൈനിൻ്റെ ഒരു ബ്രേക്ക് ഔട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. ആ ബ്രേക്ക് ഔട്ടിൽ നമ്മൾ പല റീറ്റെയിലേഴ്സും അതിനൊരു പോസിറ്റീവായിട്ട് നമ്മൾ കണക്കാക്കാറുണ്ട്. കാരണം അത് ഒരു ട്രെൻഡ് ലൈൻ്റെ ബ്രേക്ക് ഔട്ടാണ്, ബ്രേക്ക് ഡൗൺ അല്ലല്ലോ. നമ്മൾ വിചാരിക്കുന്നതെന്ന് വെച്ചാൽ മേലിലോട്ട് കിട്ടുന്നതൊക്കെ തന്നെ അതിൻ്റെ പോസിറ്റീവ് ബുള്ളിഷ്നെസ് ആണ് സൂചിപ്പിക്കുന്നതെന്നല്ലേ നമ്മൾ കണക്കാക്കുന്നത്. പക്ഷേ അതങ്ങനെയല്ല. പലപ്പോഴും ഇതേ കണക്കുള്ള ബ്രേക്ക് ഔട്ടുകൾ നമുക്ക് കിട്ടുന്നത്, ഇതേ കണക്കൊരു ചാനൽ മൊമെൻറ്റത്തിൻ്റെ ബ്രേക്ക് ഔട്ടുകൾ നമുക്ക് കിട്ടുന്നത് അത് റീറ്റെയിലേഴ്സിനെ ട്രാപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും. അതിൻ്റെ അകത്തൊരു ക്ലൈമാക്സ് സ്റ്റോപ്പ് ഉണ്ടാക്കുന്നതിന് മുന്നായിട്ടായിരിക്കും. അപ്പോൾ ആ ഒരു പാറ്റേൺ നമുക്ക് മനസ്സിലാക്കി വെച്ചേക്കണം. അതിൻ്റെ ഒരു എക്സാമ്പിളായിട്ട് നമുക്ക് നോക്കാൻ പറ്റുന്നത് CDSL എന്ന് പറയുന്ന സ്റ്റോക്കാണ്. 1 സെക്കൻഡ്. CDSL നമ്മൾ നോക്കാൻ നേരത്ത് ഇവിടെ നമ്മൾ നോക്കുക കൃത്യമായിട്ട് നമുക്കൊരു ചാനലിൻ്റെ ബ്രേക്ക് ഔട്ട് കിട്ടുന്നുണ്ടായിരുന്നു. അതായത് സ്റ്റോക്ക് ഏതൊരു മൊമെൻറ്റത്തിലാണോ വന്നുകൊണ്ടിരുന്നത് ആ ഒരു മൊമെൻറ്റം മാറിയിട്ട് വളരെ ഫാസ്റ്റ് ആയിട്ടുള്ളൊരു മൊമെൻറ്റം, ഈ ഒരു മൊമെൻറ്റം മാറിയിട്ട് വളരെ ഫാസ്റ്റ് ആയിട്ടൊരു മൊമെൻറ്റം ബിൽഡപ്പ് നമുക്കിവിടെ വരുന്നു. അതേ കണക്കിന് ആ സമയത്ത് നല്ല രീതിയിലുള്ള ഓളിങ് സപ്പോർട്ട് ഉണ്ടായിരിക്കുന്നു. അപ്പോൾ ഒരു ബിഗിനർ ആയിട്ടുള്ള ഒരാൾ ഇതൊക്കെ ഒരു പോസിറ്റീവ് ട്രെൻഡായിട്ടാണ് കാണുന്നത്. പക്ഷേ അവിടെ ആ സ്റ്റോക്കിൻ്റെ ഏകദേശം എന്ത് പറ്റുന്നു, ടോപ്പാണ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത്. പിന്നെ നമ്മൾ മാർക്കറ്റിൻ്റെ അകത്ത് നോക്കാൻ നേരത്ത് ഇത് ഒരു സൈഡ് വേസ് ട്രെൻഡിലോട്ട് പോയിട്ട് തിരിച്ച് താഴോട്ട് വരുന്നത്, അത് പിന്നെയും ഒരു എന്താ പറയുക ഒരു 50% ഡ്രോപ്പോളം എടുക്കുന്നു. അതിനുശേഷം ഇപ്പോൾ അത് തിരിച്ച് എഗെയിൻ അതിൻ്റെ ഓൾ ടൈം ഹൈ കട്ട് ചെയ്ത് മേലിലോട്ട് കയറി പോയിട്ടുണ്ട്. പക്ഷേ ഈ മേലിലോട്ട് കയറി പോകുന്ന ഈ സ്റ്റോക്കിൻ്റെ അകത്ത് ഇനി നമുക്കൊരു മൾട്ടി ബാഗ് റിട്ടേൺസ് കിട്ടത്തില്ല. അതൊരു കാര്യം നിങ്ങൾ എപ്പോഴും മനസ്സിൽ വെച്ചേക്കണം. ഇന്ന് നിങ്ങൾ മാർക്കറ്റിൻ്റെ അകത്ത് സംസാരിക്കുന്ന പല സ്റ്റോക്കുകളും ഇതേ കണക്കുള്ള ബ്രേക്ക് ഔട്ടുകളാണ് തരുന്നത്. അതായത് അത് ടോപ്പ് ഉണ്ടാക്കിയതിന് ശേഷം ഇതേ കണക്ക് പാറ്റേൺസ് വരുന്നു, പിന്നീട് അതിൻ്റെ അകത്തുനിന്ന് ബ്രേക്ക് ഔട്ട് വരുന്നു, മേലിലോട്ട് പോകുന്നു. ഇതേ കണക്കുള്ള പല കാര്യങ്ങളും അതിൻ്റെ സംഭവിക്കും. പക്ഷേ അതിൻ്റെ അകത്ത് തന്നെ നമുക്ക് മൾട്ടി ബാഗ് റിട്ടേൺസ് കിട്ടത്തില്ല. നമുക്ക് ജസ്റ്റ് കോമ്പൗണ്ട് റിട്ടേൺസിന് വേണ്ടിയിട്ട് വേണമെങ്കിൽ ഈ സ്റ്റോക്കുകളൊക്കെ തന്നെ ഹോൾഡ് ചെയ്യാൻ മാത്രമേ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. ഇനി അത് മാത്രമല്ല, മാർക്കറ്റ് ഒരു പീക്ക് ഉണ്ടാക്കുന്നത് വരെ ഈ സ്റ്റോക്കുകളുടെ അകത്ത് നമുക്ക് അതും പറയാൻ പറ്റത്തുള്ളൂ. മാർക്കറ്റ് ഒരു പീക്ക് ഉണ്ടായി കഴിഞ്ഞാൽ എന്ത് പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ സ്റ്റോക്കുകളൊക്കെ തന്നെ ഇടിയുമ്പോഴത്തേക്കും 50%, 80% ഒക്കെ ഇടിയാനുള്ള ചാൻസസും ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പാറ്റേൺസ് എന്ന് പറഞ്ഞാൽ ഒരിക്കൽ ബിൽഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കണം അതിൻ്റെ അകത്തുള്ള ആ എമർജിങ് ട്രെൻഡ് അല്ലെങ്കിൽ അതൊരു സൺറൈസ് സെക്ടർ ആയിരുന്നു എന്ന് പറയുന്ന അതിൻ്റെ ഒരു പ്രയോറിറ്റി അവിടെ നഷ്ടപ്പെട്ട് കഴിഞ്ഞു. ഇനി ആ സെക്ടർ അതേ കണക്കൊരു ബുള്ളിഷ് മൊമെൻറ്റത്തിലോട്ട് ഒരിക്കലും പോകുന്നതല്ലായിരിക്കും. ഇനി ഇതേ കണക്കിന് മറ്റൊരു എക്സാമ്പിൾ നമുക്ക് ഇവിടെ എടുക്കാൻ പറ്റുന്നത് IRCTCയാണ്. IRCTC ചാർട്ടിൽ നമ്മൾ നോക്കാൻ നേരത്ത് ഒരു പാറ്റേൺ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. നല്ല രീതിയിലുള്ള ഒരു ബുള്ളിഷ് മൊമെൻറ്റത്തിൽ ഒരു ചാനലിലൂടെ വന്നൊരു സ്റ്റോക്ക് ആ ചാനൽ മൊമെൻറ്റത്തിൻ്റെ ഒരു ബ്രേക്ക് ഔട്ട് തരുന്നു. ബ്രേക്ക് ഔട്ടിൻ്റെ അകത്ത് ഒരു എന്താ പറയുക ഓളിയം ബിൽഡപ്പ് വരുന്നു. ഓളിയം ബിൽഡപ്പ് വന്നതിന് ശേഷം രണ്ടാമത് എഗെയിൻ ഇതിൽ നിന്ന് ചാനലിൻ്റെ രണ്ടാമത് ഒന്നുകൂടെ ഒരു അപ്പ് മൊമെൻറ്റത്തിലൂടെ ഒന്നുകൂടെ ഒരു ബ്രേക്ക് ഔട്ട് വരുന്നു. ആ ബ്രേക്ക് ഔട്ടിൻ്റെ അകത്ത് എഗെയിൻ നേരത്തെ ഉണ്ടായതിനെക്കാട്ടിയും കൂടുതൽ ഓളിയം മൊമെൻറ്റം വരുന്നു. അവിടെയാണ് അതിൻ്റെ ടോപ്പ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ ടോപ്പ് ഉണ്ടാക്കുന്ന സിനാരിയോ നിങ്ങൾ ഓർക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എത്രമാത്രം റീറ്റെയിലേഴ്സിൻ്റെ പാർട്ടിസിപ്പേഷൻ ഉണ്ടോ അതിനനുസരിച്ചിട്ട് ലാസ്റ്റിലോട്ടുള്ള അപ്പ് മൊമെൻറ്റോ എന്ന് പറയുന്നത് കുറച്ചുകൂടെ സ്റ്റീപ്പായിട്ട് വന്നുകൊണ്ടിരിക്കും. അതായത് നിങ്ങളൊന്ന് വിചാരിച്ച് നോക്കാം,
ഇതേ കണക്ക് വന്നുകൊണ്ടിരിക്കുന്ന ഒരു സ്റ്റോക്ക് ലാസ്റ്റ് ഒരു അപ്പ് മൂവ്മെന്റ് ഉണ്ടാക്കുന്നു, ഇത്ര കണ്ട് സ്റ്റീപ്പായിട്ട്, അല്ലെങ്കിൽ ഒരു 45 ഡിഗ്രി ആംഗിളിൽ ഒരു സ്റ്റീപ്പ് ഉണ്ടാക്കുന്നു. ആദ്യം അതൊരു 30 ഡിഗ്രി ആംഗിളിലാണ് അത് മേലിലോട്ട് വന്നുകൊണ്ടിരുന്നത്, ഒരു 45 ഡിഗ്രി ആംഗിളിൽ ഉണ്ടാക്കുന്നു. പക്ഷേ റീറ്റെയിലേഴ്സ് അതിൻ്റെ അകത്ത് എഗെയിൻ ബുള്ളിഷാണ്. റീറ്റെയിലേഴ്സ് അതിൻ്റെ അകത്ത് ഭയങ്കരമായിട്ട് എന്താ പറയുക പാർട്ടിസിപ്പേഷൻ ഉണ്ടെങ്കിൽ അടുത്തുണ്ടാക്കുന്ന ഒരു അപ്പ് മൂവ്മെന്റ് എന്ന് പറഞ്ഞാൽ ഒരു 60 ഡിഗ്രി ആംഗിളിൽ ഉണ്ടാക്കും. അതിനുശേഷം വേണമെങ്കിൽ ഒരു 90 ഡിഗ്രി ആംഗിളിൽ ഉണ്ടാക്കാൻ പറ്റും. ഓക്കെ, ആ രീതിയിലായിരിക്കും അതിൻ്റെ ടോപ്പ് പോകുന്നത്. എത്രമാത്രം റീറ്റെയിൽ പാർട്ടിസിപ്പേഷൻ ഉണ്ട് അത്രമാത്രം അത് സ്റ്റീപ്പായിട്ടുള്ള ഒരു അപ്പ് മൊമെൻറ്റത്തിലോട്ട് പോവുകയും അതിൻ്റെ മേളിലായിരിക്കും അതിൻ്റെ ക്ലൈമാക്സ് ടോപ്പ് ഉണ്ടാക്കുകയും ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു പാറ്റേൺ നിങ്ങൾ മനസ്സിൽ വെച്ചേക്കണം. നിങ്ങൾ ഹോൾഡ് ചെയ്യുന്ന പല സ്റ്റോക്കുകളിൽ ഇതേ കണക്കുള്ള പാറ്റേൺ ഉണ്ടാക്കിയതിന് ശേഷം നിങ്ങളത് താഴോട്ട് വരുന്ന കാണുകയാണെങ്കിൽ നമ്മൾ ജസ്റ്റ് അതിൻ്റെ അകത്ത് നിന്ന് എക്സിറ്റ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇനി ഇതേ കണക്ക് അപ്പ് മൂവ്മെൻറ്റത്തിൽ ഒരു ക്ലൈമാക്സ് ടോപ്പ് ഉണ്ടാക്കിയതിന് ശേഷം ഇനി എന്തെങ്കിലും ആ സ്റ്റോക്ക് ഇതേ കണക്ക് മേലിലോട്ട് വരാൻ വേണ്ടി ട്രൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ട്രൈയിങ് ഒക്കെ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതെന്ന് വെച്ചാൽ ഇതൊക്കെ ഇനി ഒരു കോമ്പൗണ്ട് റിട്ടേൺസിന് വേണ്ടി ട്രൈ ചെയ്യുന്നതാണ്, അല്ല അതിൻ്റെ അകത്തുനിന്ന് തന്നെ മൾട്ടി ബാഗർ റിട്ടേൺസുകൾ കിട്ടത്തില്ല. അപ്പോൾ അതുകൊണ്ട് ഇനി ഇതിൻ്റെ അകത്ത് ഇതുപോലുള്ള സ്റ്റോക്കുകളിനകത്ത് നമ്മളെ ക്യാപിറ്റൽ വെറുതെ പെടുത്തിയിടുന്നതിൽ വലിയ അർത്ഥമൊന്നുമില്ല. ഓക്കെ, അത് നമ്മൾ എപ്പോഴും മനസ്സിൽ വെച്ചേക്കണം. ഇനി കോമ്പൗണ്ട് റിട്ടേൺസ് മതി, എനിക്ക് ചെറിയ രീതിയിലുള്ള പെർസെൻറ്റേജ് ഗ്രോത്ത് ഒക്കെ മതി എന്നുണ്ടെങ്കിൽ ഓബിയസ്ലി അങ്ങനെയുള്ള ആൾക്കാർക്ക് ഇതുപോലുള്ള സ്റ്റോക്കുകൾ ബൈങ് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുന്നതാണ്. ഇനി നാലാമത്തെ ഒരു പാറ്റേൺ എന്ന് പറയുന്നത് ലൂസ് ആൻഡ് വൈഡ് പാറ്റേൺസ്. അതായത് ഒരു സ്റ്റോക്ക് അതിൻ്റെ ബുള്ളിഷ് മൊമെൻറ്റത്തിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ അത് ടൈറ്റ് ആയിട്ടുള്ള പാറ്റേൺസ് ഉണ്ടാക്കിയിട്ടായിരിക്കും അത് അതിൻ്റെ മൊമെൻറ്റം സ്റ്റാർട്ട് ചെയ്യുന്നത്. അതേസമയം അത് അതിൻ്റെ ടോപ്പിലോട്ട് എത്താൻ നേരത്ത് പിന്നെ ഉണ്ടാക്കുന്ന പാറ്റേൺസ് എന്ന് പറയുന്നത് ഭയങ്കര വൈഡ് ആയിട്ടുള്ള പാറ്റേൺസ് ആയിരിക്കും. അതിൻ്റെ ഏറ്റവും നല്ല എക്സാമ്പിൾ നമുക്ക് കാണാൻ പറ്റുന്നത് പ്രാജ് എന്ന് പറയുന്ന ഈ ഒരു സ്റ്റോക്കിൻ്റെ അകത്താണ്. ഈ പ്രാജ് എന്ന് പറയുന്ന സ്റ്റോക്ക് നിങ്ങൾ നോക്കുക, ഇതിൻ്റെ താഴോട്ട് വരുന്ന ഈ ഒരു പാറ്റേൺസ് നോക്കുക. ഇതൊരു VCP പോലത്തെ പാറ്റേൺ ആണ് ബിൽഡ് ചെയ്ത് വരുന്നത്. 1 സെക്കൻഡ്, ഞാനത് വരച്ച് കുളമാക്കി, ഒരു മിനിറ്റ് കേട്ടോ. ഇതൊരു VCP പോലത്തെ പാറ്റേൺ ആണ്. VCP എന്ന് പറഞ്ഞാൽ വോളറ്റിലിറ്റി കോൺട്രാക്ഷൻ പാറ്റേൺ ആണ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു പാറ്റേണിൻ്റെ റൈറ്റ് സൈഡിലോട്ട് വരുമ്പോഴത്തേക്കും വോളറ്റിലിറ്റി നല്ല രീതിയിൽ തന്നെ കോൺട്രാക്ട് ചെയ്താണ് വരുന്നത്. അതിനുശേഷം ഈ സ്റ്റോക്ക് നല്ലൊരു അപ്പ് മൊമെൻറ്റത്തിലോട്ട് പോകുന്നു. അപ്പ് മൊമെൻറ്റത്തിന് ശേഷം പിന്നീട് ഉണ്ടാക്കുന്നു, അല്ലെങ്കിൽ അതൊരു മൾട്ടി ബാഗർ റിട്ടേൺസ്, ഇപ്പോൾ 70 രൂപയിൽ നിന്ന് അന്ന് ആ ഒരു ബ്രേക്കൗട്ട് 78 രൂപയിൽ ആ ബ്രേക്കൗട്ട് കിട്ടിയതിന് ശേഷം സ്റ്റോക്ക് 380 രൂപയുടെ ഒരു ഹൈ ഉണ്ടാക്കുന്നു. അവിടെ ആ ഒരു ഹൈ ഉണ്ടാക്കിയതിന് ശേഷം പിന്നീട് ഉണ്ടാകുന്ന പാറ്റേൺ നിങ്ങൾ നോക്കുക. പിന്നീട് ഉണ്ടാകുന്ന പാറ്റേൺ എന്ന് പറഞ്ഞാൽ റൈറ്റ് സൈഡിലോട്ട് വരുമ്പോഴത്തേക്കും കോൺട്രാക്ട് ചെയ്യുന്ന ഒരു പാറ്റേൺ ആണോ ഉണ്ടാകുന്നത്? അല്ല, അത് വൈഡൻ ചെയ്യുന്നു, അല്ലെങ്കിൽ വളരെ ലൂസ് ആയിട്ടുള്ള ഒരു പാറ്റേൺ ആണ് ഉണ്ടായി വരുന്നത്. ഇതേ കണക്ക് ലൂസ് ആയിട്ടുള്ള പാറ്റേൺസ് ഉണ്ടാക്കുമ്പോഴത്തേക്കും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ആ സ്റ്റോക്ക് അതിൻ്റെ ടോപ്പ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഇതിൻ്റെ അകത്ത് നമുക്ക് വലിയ രീതിയിലുള്ള റിട്ടേൺസ് ജനറേറ്റ് ചെയ്യാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ മൾട്ടി ബാഗർ റിട്ടേൺസുകൾ ജനറേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. ജസ്റ്റ് കോമ്പൗണ്ട് റിട്ടേൺസ് മാത്രമേ കിട്ടത്തുള്ളൂ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഇതൊക്കെ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ സ്റ്റോക്കുകളും ഒരേ കണക്കല്ല ബിഹേവ് ചെയ്യുന്നത്. പല സ്റ്റോക്കുകളും പല രീതിയിലായിരിക്കും ബിഹേവ് ചെയ്യുന്നത്. അപ്പോൾ ആ പാറ്റേൺസ് ഒക്കെ തന്നെ നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്ത് വെച്ചാൽ മാത്രമേ നമുക്ക് ഇതെല്ലാം നമ്മുടെ മേടിച്ചേക്കുന്ന സ്റ്റോക്കുകൾ നമുക്ക് മൾട്ടി ബാഗർ റിട്ടേൺസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഒരു 5x റിട്ടേൺസ് അല്ലെങ്കിൽ ആ രീതിയിലൊക്കെ ഉള്ള റിട്ടേൺസ് മിനിമം നമുക്ക് കിട്ടിയതിന് ശേഷം, അല്ലെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ എടുക്കുന്നപ്പോഴത്തേക്കും ആ സ്റ്റോക്ക് ഓൾറെഡി ഒരു 3x 4x റിട്ടേൺ തന്നതിന് ശേഷമായിരിക്കും എടുക്കുന്നത്. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് 2x മാത്രമേ പിന്നീട് അത് കിട്ടുന്നുണ്ടായിരിക്കുന്നുള്ളൂ. പക്ഷേ ആ സ്റ്റോക്ക് ലോവർ ലെവലിലെ ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ അകത്ത് 5x 10x ഒക്കെ ജനറേറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെ ഒരു സ്റ്റോക്കിൽ പോലും നിങ്ങൾ ഇതേ കണക്കുള്ള പാറ്റേൺസ് പിന്നീട് ബിൽഡ് ചെയ്ത് വരുമ്പോഴത്തേക്കും നിങ്ങൾ മനസ്സിലാക്കണം ആ സ്റ്റോക്കിൻ്റെ അകത്തുള്ള ആ ഒരു സ്ട്രെങ്ത് മാറി ഇനി നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് വലിയ രീതിയിലുള്ള റിട്ടേൺസ് കിട്ടത്തില്ല. ഇനി കിട്ടുകയാണെങ്കിൽ പോലും വളരെയധികം ടൈം ഫ്രെയിം എടുത്തിട്ട് നിങ്ങൾക്ക് കോമ്പൗണ്ട് റിട്ടേൺസ് മാത്രമേ കിട്ടത്തുള്ളൂ എന്നുള്ളൊരു സിനാരിയോ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ പാറ്റേൺസ് ഒക്കെ പറയുന്നത്. ഇതേ കണക്ക് നമ്മൾ നോക്കുക, ഈ സ്റ്റോക്കുകളൊക്കെ തന്നെ നമ്മളിപ്പോൾ ഈ പറഞ്ഞ സ്റ്റോക്കുകൾ ഇതിൻ്റെ അകത്ത് 90% സ്റ്റോക്കുകൾ അന്ന് ആ ഒരു ഹൈ ഉണ്ടാക്കിയ ലെവൽസ് കട്ട് ചെയ്ത് മേലിലോട്ട് കയറി പോയിട്ടുണ്ട്. അതായത് ഇതേ കണക്കുള്ള സ്റ്റോക്കുകൾ നമ്മൾ ഇന്ന് വിട്ട് കളയുന്ന സ്റ്റോക്കുകൾ, ഇതേ കണക്കൊരു പാറ്റേൺ ഉണ്ടാക്കിയെന്ന് എഴുതിയിട്ട് നമ്മൾ വിട്ട് കളയാൻ പോകുന്ന സ്റ്റോക്കുകൾ ഒരു 5 വർഷം കഴിഞ്ഞിട്ട് നിങ്ങൾ നോക്കാൻ നേരത്ത് അത് അതിൻ്റെ ഓൾ ടൈം ഹൈയിലായിരിക്കും നിൽക്കുന്നത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും അന്ന് ഞാൻ പറഞ്ഞത് കേട്ടിട്ട്, അതായത് ഈ ചാനൽ ഇൻവെസ്റ്റർ തിങ്സ് എന്ന് പറഞ്ഞ ചാനൽ പറഞ്ഞു കേട്ടിട്ട് നിങ്ങൾ ഈ സ്റ്റോക്കുകളൊക്കെ വിറ്റ് കളഞ്ഞായിരുന്നല്ലോ, അല്ലെങ്കിൽ ഇതിൽ നിന്നൊക്കെ നിങ്ങൾ മാറിപ്പോയായിരുന്നല്ലോ നിങ്ങൾ വിചാരിച്ച് എന്താ പറയുക പശ്ചാത്തപിക്കുന്നതിന് മുന്നായിട്ട് ജസ്റ്റ് ആ സ്റ്റോക്കുകൾ ആ ലെവൽസിൽ നിന്ന് പിന്നെ എത്ര പെർസെൻറ്റേജ് റിട്ടേൺസ് തന്നു എന്നുകൂടെ ജസ്റ്റ് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും അതിൻ്റെ അകത്തൊരു 3x 4x റിട്ടേൺസ് ഒന്നും പിന്നെ നമുക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റത്തില്ല വളരെ ചെറിയ ടൈം ഫ്രെയിമിൻ്റെ അകത്ത്. ഇനി 4x 5x റിട്ടേൺ ഒക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ തന്നെ വളരെ വലിയ ടൈം ഫ്രെയിമും കൂടെ അതിൻ്റെ അകത്ത് എടുത്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ ആ ഒരു പാറ്റേൺ കൂടെ നിങ്ങൾ മനസ്സിൽ വെച്ചേക്കുക. ഓക്കെ, ഇനി അതേ കണക്ക് തന്നെ ഇതിൻ്റെ മറ്റൊരു എക്സാമ്പിൾ എന്ന് പറയുന്നത് ഇൻ്റലക്റ്റ് ഡിസൈൻ അറീന എന്ന് പറയുന്ന സ്റ്റോക്കാണ്. നമ്മളെല്ലാ പാറ്റേണിലും ഒരു 2 സ്റ്റോക്ക് വെച്ചിട്ടാണ് എടുത്ത് പോകുന്നത്. ഓക്കെ, ഇൻ്റലക്റ്റ് ഡിസൈൻ അറീനയിൽ നമ്മൾ നോക്കാൻ നേരത്ത് അതിൻ്റെ അകത്തും 1 സെക്കൻഡ്, ചാർട്ട് ലോഡ് ചെയ്യുന്നതിൽ ചെറിയൊരു ബുദ്ധിമുട്ട്. ഓക്കെ, ഇവിടെയാണ് നമുക്ക് അതിൻ്റെ വോളറ്റിലിറ്റി കോൺട്രാക്ഷൻ പാറ്റേൺ നമുക്ക് എന്താ പറയുക പാറ്റേൺ വളരെ ലൂസും വൈഡും ആവുന്നതിൻ്റെ ഒരു എക്സാമ്പിൾ കാണാൻ പറ്റുന്നത്. ഇവിടെ നമ്മൾ നോക്കാം, ടോപ്പ് ക്രിയേറ്റ് ചെയ്തതിന് ശേഷം അത്
വളരെ വൈഡ് ആയിട്ടുള്ള ഒരു പാറ്റേൺ ആണ് ഉണ്ടാക്കുന്നത്. അതായത് നേരത്തെ കണ്ടതുപോലെ വളരെ എന്താ പറയുക ടൈറ്റ് ആയിട്ടുള്ള സ്ക്യൂസ് ചെയ്തിട്ടുള്ള പാറ്റേൺസ് അല്ല ബിൽഡ് ചെയ്ത് വരുന്നത്. ഇവിടെ നമ്മൾ താഴത്തെ ലെവലിലോട്ടൊക്കെ നോക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ സ്ക്യൂസ് ചെയ്തിട്ടുള്ള പാറ്റേൺസ് ആണ് നമുക്കിവിടെ ബിൽഡ് ചെയ്ത് വരുന്നത് കാണാൻ പറ്റുന്നത്. അല്ലാതെ ഇതേ കണക്ക് വൈഡ് ആയിട്ടുള്ള പാറ്റേൺസ് അല്ല ബിൽഡ് ചെയ്ത് വരുന്നതായിട്ട് കാണാൻ പറ്റുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള പാറ്റേൺസ് നിങ്ങൾ മനസ്സിൽ വെച്ചേക്കാം. ഓക്കെ, ഇനി നമ്മൾ അടുത്തൊരു പാറ്റേൺ എന്ന് പറയുന്നത് ഇതിൻ്റെ എല്ലാത്തിൻ്റെയും കൂടെ കോമ്പിനേഷനാണ്. ഒബ്വിയസ്ലി ചില സ്റ്റോക്കുകൾ ഇതിപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞ സ്റ്റോക്കുകളൊക്കെ തന്നെ ഈ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ പാറ്റേൺ മാത്രം ഫോളോ ചെയ്ത സ്റ്റോക്കുകളായിരിക്കത്തില്ല. നമ്മൾ പറഞ്ഞ പാറ്റേണുകൾ പലതും ഒന്നിൽ കൂടുതൽ പാറ്റേണുകൾ ഒരുമിച്ച് ഫോളോ ചെയ്തിട്ടുള്ള സ്റ്റോക്കുകൾ ഉണ്ടായിരിക്കും. ചില സ്റ്റോക്കുകൾ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ എല്ലാം തന്നെ ഒരുമിച്ച് കോമ്പിനേഷൻ ഫോളോ ചെയ്യുന്ന ഒരു സ്റ്റോക്ക് ആയിരിക്കും. ഇപ്പം ഞാൻ പേഴ്സണലി എൻ്റെ മൾട്ടി ബാഗർ റിട്ടേൺസ് എനിക്ക് ആദ്യമായിട്ട് മൾട്ടി ബാഗർ റിട്ടേൺസ് കിട്ടിയ സ്റ്റോക്കാണ് APL അപ്പോളോ എന്ന് പറഞ്ഞ സ്റ്റോക്ക്. ഓക്കെ, അപ്പോൾ APL അപ്പോളോ ട്യൂബ്സ് എന്ന് പറയുന്ന സ്റ്റോക്കിൻ്റെ അകത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതേ കണക്കുള്ള പാറ്റേൺസിൻ്റെ എല്ലാത്തിൻ്റെ ഒരു കോമ്പിനേഷനാണ് അതിൻ്റെ അകത്ത് നമുക്ക് കാണാൻ പറ്റുന്നത്. അതായത് ആ സ്റ്റോക്കിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ അത് 200 ഡേ മൂവിങ് ആവറേജിൻ്റെ ഡബിളിൽ മേളിൽ ഷെയർ പ്രൈസ് എത്തിയായിരുന്നു. ആ സമയത്ത് ഓളിയം ബിൽഡപ്പ് വന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെ അകത്ത് സ്റ്റീപ്പായിട്ടുള്ള ട്രെൻഡ് അല്ലെങ്കിൽ എന്താ പറയുക റേഞ്ച് ബ്രേക്കൗട്ട് നമുക്ക് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. അത് മാത്രമല്ല ആ സ്റ്റോക്കിൻ്റെ അകത്ത് നോക്കുകയാണെങ്കിൽ അത് 50 ഡേ മൂവിങ് ആവറേജിൻ്റെ വളരെയധികം പ്രാവശ്യം മേലോട്ടും താഴോട്ടും ക്രോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു പാറ്റേൺ നമുക്ക് കാണാൻ പറ്റിയിട്ടുണ്ട്. ഇതേ കണക്ക് പല അതേ കണക്ക് തന്നെ നമ്മൾ ഇപ്പോൾ ലാസ്റ്റ് പറഞ്ഞതുപോലെ തന്നെ വൈഡ് ആൻഡ് ലൂസ് ആയിട്ടുള്ള പാറ്റേൺസ് ആണ് ഇതിൻ്റെ ലാസ്റ്റ് പോർഷനിലോട്ട് അതിൻ്റെ ടോപ്പിലോട്ട് വരാൻ നേരത്തെ ബിൽഡ് ചെയ്ത് വന്നേക്കുന്നത്. അപ്പോൾ ഇതേ കണക്കുള്ള പല പാറ്റേൺസിൻ്റെ കോമ്പിനേഷൻസ് നമുക്ക് ഒരുമിച്ചും തരാൻ പറ്റും. പക്ഷേ ഈ സ്റ്റോക്കുകളൊക്കെ നോക്കുക ഇത് അതിനുശേഷവും മേലോട്ട് വന്ന് റിട്ടേൺസ് തരുന്നുണ്ട്. പക്ഷേ ആദ്യം തന്നുകൊണ്ടിരുന്ന പോലെ ഫാസ്റ്റ് ആയിട്ടുള്ള റിട്ടേൺസ് തരത്തില്ല എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതുപോലെയുള്ള സ്റ്റോക്കുകൾ നമുക്ക് കോമ്പൗണ്ട് റിട്ടേൺസിന് വേണ്ടിയിട്ട് മാത്രം ഹോൾഡ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇനി ഇത് നമുക്ക് പ്രാക്ടിക്കലി എവിടെയൊക്കെ ആപ്ലിക്കബിൾ ചെയ്യാൻ പറ്റുമോ, ഇപ്പോഴത്തെ ഒരു മാർക്കറ്റ് സിനാരി എവിടെയൊക്കെയാണ് നമ്മൾ നോക്കേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ RVNL എന്ന് പറയുന്ന സ്റ്റോക്ക് റെയിൽ വികാസ് നിഗം ലിമിറ്റഡ് എന്ന് പറയുന്ന സ്റ്റോക്ക് അത് റീസെൻ്റ്ലി ഒരു ബ്രേക്കൗട്ട് തന്ന് മേലിലോട്ട് കയറി പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഈ ബ്രേക്കൗട്ട് തരുമ്പോഴത്തേക്കും പല ആൾക്കാർ എഗെയിൻ ഇതിൻ്റെ അകത്ത് പോസിറ്റീവായിട്ട് സംസാരിച്ച് തുടങ്ങും. ഇനി എഗെയിൻ ട്വിറ്ററിൻ്റെ അകത്തായാലും അതല്ലെങ്കിൽ മറ്റ് സോഷ്യൽ മീഡിയാസിൻ്റെ അകത്തായാലും ആൾക്കാർ ഇതിനെ പറ്റിയിട്ട് പോസിറ്റീവായിട്ട് സംസാരിച്ച് തുടങ്ങും. നിങ്ങൾ ഓർക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നിങ്ങളുടെ അടുത്ത് ഞാൻ ഈ സ്റ്റോക്ക് ഇതിൻ്റെ കറക്റ്റ് ടോപ്പിൽ നിന്നപ്പം തന്നെ അന്ന് ആ ഒരു അപ്പർ സർക്യൂട്ട് അടിച്ച് മേലിലോട്ട് പൊയ്ക്കൊണ്ടിരുന്ന സമയത്ത് നമ്മൾ ഈ സ്റ്റോക്കിൻ്റെ അകത്ത് ടോപ്പ് ആയിട്ടുണ്ട്. ജസ്റ്റ് പ്രോഫിറ്റ് ബുക്കെങ്കിലും ചെയ്യുക, ബാക്കി പൊസിഷൻസ് താഴോട്ട് വരുന്നതിനനുസരിച്ചിട്ട് എക്സിറ്റ് ചെയ്യാനൊക്കെ നമ്മൾ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി ഈ സ്റ്റോക്ക് മേലിലോട്ട് കയറിപ്പോയിട്ട് ഇതിൻ്റെ ഈ ഒരു ഓൾ ടൈം ഹൈ കട്ട് ചെയ്ത് മേലിലോട്ട് കയറിപ്പോയാലും നിങ്ങൾ പേടിക്കേണ്ടതില്ല. ഇതിൻ്റെ അകത്ത് ഇനി ആരും തന്നെ മൾട്ടി ബാഗർ റിട്ടേൺസുകൾ ഉണ്ടാക്കാൻ പോകുന്നില്ല. അത് നമുക്ക് എഴുതി തരാൻ പറ്റുന്ന കാര്യമാണ്. മൾട്ടി ബാഗർ റിട്ടേൺസുകൾ എന്ന് പറയുമ്പോഴത്തേക്ക് 3x 4x 5x ടൈപ്പ് റിട്ടേൺസുകളാണ്. അങ്ങനെയുള്ള റിട്ടേൺസ് ഈ സ്റ്റോക്കിൻ്റെ അകത്ത് ഇനി ബിൽഡ് ചെയ്യാനുള്ള പ്രോബബിലിറ്റി എന്ന് പറഞ്ഞാൽ വളരെ കുറവാണ്. അതൊരു ലെസ് ദാൻ ഒരു 2% പ്രോബബിലിറ്റി എന്ന് മാത്രമേ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. ഓക്കെ, ഇനി അതേ കണക്ക് തന്നെ മറ്റൊരു സ്റ്റോക്ക് നമുക്ക് എക്സാമ്പിളായിട്ട് എടുക്കാൻ പറ്റുന്നത് IRFC എന്ന് പറയുന്ന സ്റ്റോക്കാണ്, ഇന്ത്യൻ റെയിൽവേ ഫിനാൻസ് കോർപ്പറേഷൻ. ഇതിൻ്റെ അകത്തും നമുക്കിപ്പോൾ റീസെൻ്റ് ആയിട്ട് ഒരു ബ്രേക്കൗട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ സ്റ്റോക്കിൽ നമുക്ക് പറയാൻ പറ്റും ഇനി ഇതിൻ്റെ അകത്തൊരു മൾട്ടി ബാഗർ റിട്ടേൺസിൻ്റെ പോസിബിലിറ്റി എന്ന് പറഞ്ഞാൽ വളരെ കുറവാണെന്ന് നമുക്ക് പറയാൻ പറ്റും. ഇനി അതല്ലെങ്കിൽ അത്രയധികം റീറ്റെയിൽ റഷ് വരണം നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ അകത്തും അത്രയധികം റീറ്റെയിൽ റഷ് വരണം. പക്ഷേ അത്ര കണ്ട് റീറ്റെയിൽ റഷ് വരാനുള്ളൊരു ചാൻസും അങ്ങനെ നമുക്ക് വളരെ എവിഡൻ്റ് ആയിട്ട് അങ്ങനെ തോന്നുന്നില്ല അങ്ങനെ ഒരു റീറ്റെയിൽ റഷ് വരുമെന്ന്. അല്ലെങ്കിൽ മാർക്കറ്റിനകത്ത് എന്തുകൊണ്ടാണ് സ്റ്റോക്കുകൾ ഇത്ര കണ്ട് മേലിലോട്ട് പോകുന്നത്? ഈവൻ ദോ അതിൻ്റെ ഫണ്ടമെൻറ്റൽസ് നല്ലതല്ലെങ്കിൽ കൂടെ എന്തുകൊണ്ടാണ് മാർക്കറ്റിനകത്ത് സ്റ്റോക്കുകൾ ഒരുപാട് മേലിലോട്ട് പോകുന്നത്? അതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ മേടിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ആൾക്കാരുണ്ടെന്നാണ് അത് സൂചിപ്പിക്കുന്നത്. അല്ലെങ്കിൽ മാർക്കറ്റിൻ്റെ അകത്ത് ഒരുപാട് ലിക്വിഡിറ്റി ഉണ്ട്, ഒരുപാട് ആൾക്കാർ പൈസ കൊണ്ട് മാർക്കറ്റിൻ്റെ അകത്തോട്ട് വരുന്നുണ്ട്. ഇപ്പോൾ ഈ ഒരു കൊറോണ ക്രാഷിന് ശേഷം നമുക്ക് അങ്ങനെ ഒരു സിനാരിയോ കാണാൻ പറ്റിയിട്ടുണ്ട്. ഒരുപാട് ആൾക്കാർ സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ അകത്ത് ഇൻട്രസ്റ്റഡ് ആയിട്ട് ഒരുപാട് സ്റ്റോക്ക് മാർക്കറ്റ് പറ്റിയിട്ട് ഒന്നും അറിഞ്ഞുകൂടാത്ത ആൾക്കാർ പോലും അതിൻ്റെ അകത്ത് ഏതെങ്കിലുമൊക്കെ സ്റ്റോക്കുകൾ ആരെങ്കിലുമൊക്കെ പറയുന്നതായിട്ട് വാങ്ങിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് കാരണം പല സ്റ്റോക്കുകളും മേളിലോട്ട് കയറി പോകുന്നുണ്ട്. പക്ഷേ ആ ഒരു സിനാരിയോ എന്നും കണ്ടിന്യൂ ചെയ്ത് പോകത്തില്ല. എപ്പോഴെങ്കിലുമൊക്കെ അതിനൊരു പോസ് വരും, അതിൻ്റെ അകത്ത് എന്തെങ്കിലുമൊക്കെ ഒരു ടോപ്പ് ഉണ്ടാക്കും. പിന്നീട് സ്റ്റോക്കുകൾ ഇടിയുമ്പോഴത്തേക്കും ഒബിയസ്ലി ഈ വന്നിട്ടുള്ള റീറ്റെയിലേഴ്സിൽ നിന്ന് 90% ആൾക്കാർ മാർക്കറ്റിൽ നിന്ന് തിരിച്ചിറങ്ങി പോകും. അതിനുശേഷം അടുത്ത് എഗെയിൻ ഒരു ബുൾ മാർക്കറ്റ് വരുമ്പോഴത്തേക്കും പിന്നെയും കുറേ ആൾക്കാർ തിരിച്ച് മാർക്കറ്റിൻ്റെ അകത്തൊരു അപ്പോൾ ഈ ഒരു സൈക്കിൾ കണ്ടിന്യൂ ചെയ്ത് പോകും. ഇതിൻ്റെ അകത്തൊക്കെ ഈ ലിക്വിഡിറ്റി റഷ് വരുന്ന സമയത്താണ് പല സ്റ്റോക്കുകളുടെ അകത്തും ഇതേ കണക്ക് തന്നെ നമുക്ക് മൾട്ടി ബാഗർ റിട്ടേൺസുകൾ കാണാൻ പറ്റുന്നത്. അപ്പോൾ ഇതുപോലുള്ള സ്റ്റോക്കുകളിലൊക്കെ തന്നെ ഓൾറെഡി ബിഗ്ഗീസ് ഇതിൻ്റെ അകത്തു നിന്നൊക്കെ തന്നെ എക്സിറ്റ് ആയിട്ടുണ്ട്. ഏകദേശം ബിഗ്ഗീസ് എക്സിറ്റ് ആയി കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് നല്ല രീതിയിൽ തന്നെ സപ്ലൈ കൂടുതലാണ്. സപ്ലൈ കൂടുമ്പോഴത്തേക്ക് പിന്നെ ആ സപ്ലൈനെ കവച്ച് വെക്കാൻ പറ്റുന്ന രീതിയിൽ ഒരു ഡിമാൻഡിൻ്റെ ഒരു റഷ് വരണം. അങ്ങനെ ഒരു ഡിമാൻഡിൻ്റെ റഷ് ആക്ച്വലി കാണുന്നില്ല. ചെറിയ രീതിയിൽ ന്യൂസ് ബേസ് ആയിട്ട് ഇപ്പോൾ ഒരു ഇലക്ഷൻ ഏതെങ്കിലും ഒരു പാർട്ടി ജയിക്കുന്നു എന്നൊക്കെ കരുതിയിട്ട് കുറച്ച് ആൾക്കാരൊക്കെ വന്നിട്ട് ഇതുപോലുള്ള സ്റ്റോക്കുകളിൽ മേടിക്കുന്നുണ്ടെങ്കിൽ പോലും ഈ ബിഗ്ഗീസ് കൂടെ മേടിച്ചാൽ മാത്രമേ ബിഗ്ഗീസ് അതിൻ്റെ ഒരു എന്താ പറയുക സ്റ്റോക്കുകളൊന്ന് കോർണർ ചെയ്താൽ മാത്രമേ അതിൻ്റെ അത് സപ്ലൈ കുറച്ചാൽ മാത്രമേ ആക്ച്വലി സ്റ്റോക്കുകളിലൊക്കെ ഇനി മൾട്ടി ബാഗർ റിട്ടേൺസ് കിട്ടത്തുള്ളൂ. അപ്പോൾ അതിനുള്ള പോസിബിലിറ്റി വളരെ കുറവാണ്. അതിൻ്റെ പ്രോബിലിറ്റി എന്ന് പറഞ്ഞാൽ വളരെ കുറവായിട്ട് നമ്മൾ കണക്കാക്കേണ്ടി വരും. ഇനി ഇതേ കണക്ക് തന്നെ ഇപ്പോൾ ഇന്ന് ഒരു കമൻറ്റിൽ ചോദിച്ചിട്ടുള്ളൊരു ചോദ്യമാണ് JSW എനർജി എന്നും കയറി പോകുന്നു. സോറി, JSW എനർജി അല്ല, JSW എനർജി തന്നെയാണല്ലോ. ഞാൻ ഏത് സ്റ്റോക്കാണ് സെർച്ച് ചെയ്തത്? JSW എനർജി.
JSW എനർജി എന്നും ഒന്നും കയറി പോകുന്നു. അപ്പോൾ ഈ കയറി പോകുന്ന കണ്ടിട്ട് അയാൾക്ക് അവിടെ ഇരിക്കപ്പുറത്തില്ല. കമൻറ്റിലിട്ട ആൾക്ക് അത് കാണുമ്പോഴത്തേക്ക് അങ്ങ് ചോര തിളച്ച് വരെയാണ്. കാരണം ഇത് മേടിക്കാൻ വേണ്ടിയിട്ട് ഒരു ഫിയർ ഓഫ് മിസ്സിങ് ഔട്ട്. ഞാനിത് മേടിച്ചില്ലെങ്കിൽ ഈ സ്റ്റോക്ക് എൻ്റെ കയ്യിൽ നിന്ന് വിട്ടുപോയി എന്നുള്ളൊരു ഒരു ഫിയർ വന്നുകൊണ്ടിരിക്കുകയാണ്. അത് എല്ലാ റീറ്റെയിലേഴ്സിനും വരുന്നതാണ്. റീറ്റെയിലേഴ്സിന് മാത്രമല്ല, ഈവൻ ദോ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഇൻവെസ്റ്റേഴ്സിനും അത് വരുന്നതായിരിക്കും. പക്ഷേ നമ്മളിവിടെ നമ്മുടെ ഒരു ബിഹേവിയർ ലെഡ്ജ് ക്രിയേറ്റ് ചെയ്ത് വരണം. ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നമ്മൾ പെട്ടുപോകാൻ പാടില്ല. കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്റ്റോക്ക് ഇതിൻ്റെ ടോപ്പ് ഉണ്ടാക്കിയിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇവിടെയാണ് അതിൻ്റെ ടോപ്പ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ 2021 അതിൻ്റെ ടോപ്പ് ഉണ്ടാക്കി. ഇനി ഈ സ്റ്റോക്കിൻ്റെ അകത്ത് നമുക്ക് മൾട്ടി ബാഗർ റിട്ടേൺസ് കിട്ടത്തില്ല എന്നുള്ളൊരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. അതായത് ഇന്ന് നമ്മൾ 600 രൂപയ്ക്ക് മേടിക്കുന്നു. 600 രൂപയ്ക്ക് മേടിക്കുന്ന സാധനം 660 അല്ലെങ്കിൽ 620 ഒക്കെ പോയാൽ മതി. അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല, കുറച്ച് ചെറിയ ടൈം ഫ്രെയിമിൻ്റെ അകത്ത്. അതല്ലാതെ നിങ്ങൾ ഈ സ്റ്റോക്ക് 1500, 2000, 3000 ഒക്കെ വളരെ ചെറിയ ടൈം ഫ്രെയിം കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞാൽ 2 വർഷം 3 വർഷത്തിൻ്റെ ഒക്കെ ടൈം ഫ്രെയിം ഉണ്ട്. ഇത് 3000, 4000 ഒക്കെ ഷെയർ പ്രൈസ് എത്തുമെന്ന് കരുതിയിട്ടാണ് നിങ്ങളിത് മേടിക്കാൻ പോകുന്നതെങ്കിൽ ജസ്റ്റ് മേടിക്കാതിരിക്കുക. ഈ സ്റ്റോക്കിൻ്റെ അകത്ത് ആ രീതിയിലുള്ള റിട്ടേൺസ് ഉണ്ടാവാനുള്ള പ്രോബബിലിറ്റി എന്ന് പറയുന്നത് വളരെ കുറവാണ്. അങ്ങനെ ഒരു വളരെ ചെറിയ പ്രോബബിലിറ്റിക്ക് വേണ്ടിയിട്ട് ഇത്ര വലിയൊരു റിസ്ക് എടുക്കേണ്ട ആവശ്യമില്ല. കാരണം ഇങ്ങനെയുള്ളൊരു സ്റ്റോക്ക് നമുക്ക് ആ റിട്ടേൺസിൻ്റെ ഒരു പെർസെൻറ്റേജും കുറവായിരിക്കും. പക്ഷേ അതേ സമയത്ത് മാർക്കറ്റ് ഇടിയാൻ നേരത്ത് മാർക്കറ്റിൻ്റെ കൂടെ ഇതുപോലുള്ള സ്റ്റോക്കുകൾ ഇടിഞ്ഞു വരാനുള്ള ഒരു ചാൻസും ഓബിയസ്ലി അവിടെ തന്നെ നിൽക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒരു റിസ്ക് നമ്മൾ അത്രണ്ട് വലിയൊരു റിസ്ക് എടുക്കേണ്ട ആവശ്യമില്ല. പക്ഷേ അതേ സമയത്ത് നിങ്ങളെ ക്യാപിറ്റൽ വളരെ കൂടുതലാണ്. നിങ്ങൾക്ക് കോമ്പൗണ്ട് റിട്ടേൺസ് മതിയെന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള സ്റ്റോക്കുകളിൽ നമുക്ക് പൊസിഷൻ ബിൽഡ് ചെയ്യുന്നതിന് എന്താ പറയുക, കുഴപ്പമില്ല. അപ്പോൾ ഏകദേശം നമ്മൾ ഇന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ ഏകദേശം എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ബാക്കി നിങ്ങളുടെ മിച്ചമുള്ള എല്ലാ ക്വയറീസും തന്നെ സ്റ്റോക്ക് റിലേറ്റഡ് ആയാലും അതല്ലെങ്കിൽ മാർക്കറ്റിൻ്റെ മറ്റ് കാര്യങ്ങൾ റിലേറ്റഡ് ആയിട്ടുള്ള എന്ത് ക്വയറീസ് ആണെങ്കിലും കമൻറ്റിലിട്ടാൽ മതി. ഞാൻ കമൻറ്റ് വഴിയിട്ട് നാളെ രാവിലെ ഒരു 8-9 മണിക്ക് മുന്നായിട്ട് തന്നെ എല്ലാ കമൻറ്റിനുള്ള റിപ്ലൈ തരുന്നതായിരിക്കും. നിങ്ങൾ ഓൾറെഡി കമൻറ്റിൽ എന്തെങ്കിലുമൊക്കെ ക്വയറീസ് ഇട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ റിപ്ലൈ തന്നിട്ടില്ലെങ്കിൽ അതും ഞാൻ നാളെ രാവിലേക്ക് മുന്നായിട്ട് തന്നെ എല്ലാ കമൻറ്റിനുള്ള റിപ്ലൈസ് ഞാൻ തരുന്നതായിരിക്കും. എനിവേ നമുക്ക് ഇന്നത്തെ ഒരു സെഷൻ വൈൻഡപ്പ് ചെയ്യാനുള്ള ടൈം ആയിട്ടുണ്ട്. അതേ കണക്കിന് വീഡിയോ ലൈക്ക് ചെയ്യുന്നവരെ എഗൈൻ ഓർമ്മിക്കുന്നു. ഇന്ന് നിങ്ങൾ ഈ ഒരു വീഡിയോ കണ്ട വഴിയിട്ട് എന്തെങ്കിലുമൊക്കെ പുതുതായിട്ട് നോളജ് നിങ്ങൾക്ക് അക്യൂർ ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അതിൽ തന്നെ ഈ ഒരു വീഡിയോ സക്സസ് ആയെന്ന് ഞാൻ വിചാരിക്കുന്നതായിരിക്കും. അപ്പോൾ ആ ഒരു ഫീഡ്ബാക്ക് കൂടെ നിങ്ങൾ കമൻറ്റ് വഴിയിട്ട് ഒന്ന് എന്നെ അറിയിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് നാളെ പറ്റുകയാണെങ്കിൽ ഒരു ലൈവ് സെഷൻ ഇടാൻ വേണ്ടിയിട്ട് നോക്കാം. ലൈവ് സെഷൻ നെറ്റ്വർക്കിൻ്റെ പ്രോബ്ലംസ് ഉള്ളതുകൊണ്ടാണ് എനിക്കിപ്പോൾ ലൈവ് സെഷന് കൃത്യമായിട്ട് ഇടാൻ പറ്റത്. നാളെ ഞാൻ മാക്സിമം ട്രൈ ചെയ്യാം ഒരു ലൈവ് സെഷൻ ഇടാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ നമുക്കിന്ന് വൈൻഡപ്പ് ചെയ്യാം. ഹാപ്പി ഇൻവെസ്റ്റിംഗ്, ഹാപ്പി ട്രേഡിംഗ്, ഹാവ് എ ഗുഡ് നൈറ്റ്. താങ്ക് യു.